വാക്ക് നമ്പർ 17 രജന്യാതി ചൂർണം. രജന്യാതി ചൂർണം അഷ്ടാംഗ ഹൃദയം ഉത്തരസ്ഥാനത്തിൽ സെക്കൻഡ് ചാപ്റ്റർ ബാലാമയ പ്രതിഷേധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. മെയിനായിട്ടും ബാലന്മാർക്ക് കൊടുക്കുന്നത്, അതായത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ്. മുതിർന്നവർക്കും കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നല്ലതാണ്, എഫക്റ്റീവാണ്. ഡയറക്റ്റ് യോഗത്തിലേക്ക് പോകാം. രജനി, ദാരു, സരള, ശ്രേയസി, ബൃഹതീദ്വയം, വൃഷ്ണിപർണി, ശതാഹ്വാച, ലീഢം മാക്ഷിക സർപ്പിഷ, ഗ്രഹണീദീപനം ശ്രേഷ്ഠം, മാരുതസ്യ അനുലോമനം, അതിസാര ജ്വര ശ്വാസ കാമില പാണ്ഡു കാസജിത്, ബാലസ്യ സർവ്വരോഗേഷു പൂജിതം ബലവർദ്ധനം. ആ ലാസ്റ്റ് വരി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മെയിൻ എല്ലാ എൻട്രൻസ് എക്സാമിനും ഒക്കെ വരുന്നതാണ്, ഇൻ്റർവ്യൂവിലും ഒക്കെ ചോദിക്കുന്ന ആ കൊട്ടേഷൻ തന്നിട്ട് ഇതൊരു ഏത് യോഗമാണെന്ന്. ബാലസ്യ സർവ്വരോഗേഷു പൂജിതം ബലവർദ്ധനം എന്നുള്ള ഒരു കൊട്ടേഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിതൊരു ഫിലിം സോങ്ങിൻ്റെ ട്യൂണിൽ പഠിക്കാം. രജനീ ദാരു സരള ശ്രേയസി ബൃഹതീദ്വയം, വൃഷ്ണിപർണി ശതാഹ്വാചാലീഢം മാക്ഷിക സർപ്പിഷ, ഗ്രഹണീദീപനം ശ്രേഷ്ഠം, മാരുതസ്യനുലോമനം, അതിസാരജ്വര ശ്വാസ കാമീല പാണ്ഡുകാസജിത്, ബാലസ്യ സർവ്വരോഗേഷു പൂജിതം ബലവർണ്ണതം. ഈ ഒരു ടൂണിൽ പഠിക്കാം. ഇങ്ങനെ പഠിക്കുന്നതുകൊണ്ട് തെറ്റില്ലാന്ന് തോന്നുന്നു. ആചാര്യന്മാരൊക്കെ ശ്ലോകങ്ങൾ പറയുന്നത് തന്നെ നമുക്കൊരു കോഡ് രൂപത്തിൽ ആ യോഗം എന്തൊക്കെ ഡിസീസിന് യോജിക്കും എന്നുള്ളത് പറഞ്ഞു വെക്കാനാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ അതൊന്ന് ഹൃദയസ്ഥമാക്കാൻ വേണ്ടി നമ്മൾ ഒരു എളുപ്പവഴി തേടുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. ഇതിൻ്റെ ഫലശ്രുതി നോക്കാം. ഗ്രഹണീ ദീപനം ശ്രേഷ്ഠം, അതായത് അഗ്നിദീപ്തിക്ക്, അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് പവർ ഇൻക്രീസ് ചെയ്യാൻ നല്ലതാണ്. മാരുതസ്യ അനുലോമനം, വാതാനുലോമനമാണ്. അതിസാരം, ജ്വരം, ശ്വാസം, കാമില, പാണ്ഡു, കാസം, ഇത്രയും രോഗങ്ങൾക്ക് കുഞ്ഞുങ്ങളിൽ കൊടുക്കാം. ബാലസ്യ സർവ്വരോഗേഷു പൂജിതം, എന്ത് രോഗങ്ങൾക്ക് വേണമെങ്കിലും കൊടുക്കാം. ശരിയാണ്, ഏത് രോഗങ്ങൾക്കും എഫക്റ്റീവാണ് കേട്ടോ. പിന്നെ ബലവർണ്ണതം, ബലം കൂട്ടാനും അതുപോലെ ഒരു വർണ്ണ്യമാണ് ഈ യോഗം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കളർ കൂട്ടാനും ഒക്കെ നല്ലതാണ്. ഒരു ലേപം പോലെ മുഖത്തൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഫേസ് പാക്കായിട്ടൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലതാണ്. ഒരു വർണ്ണ്യമായിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അനുപാനം എന്ന് പറയുന്നത്, യോഗത്തിൽ പറയുന്നത് മാക്ഷികം, അതായത് തേനും സർപ്പിയും നെയ്യുമാണ് പറയുന്നത് ഇതിൻ്റെ അനുപാനമായിട്ട്. അല്ലാതെ നമുക്ക് കഞ്ഞിവെള്ളത്തിൽ, അതായത് നമുക്ക് ദഹനം ശരിയാകാത്ത രീതിയിൽ അല്ലെങ്കിൽ വിശപ്പില്ലായ്മയൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് കഞ്ഞിവെള്ളത്തിൽ യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്, ചൂടുവെള്ളത്തിൽ യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇളകുമ്പോൾ നമുക്ക് തേനിൽ യോജിപ്പിച്ച് കൊടുക്കാം. എന്തുകൊണ്ട്? അത് ഗ്രാഹിയാണ് അല്ലേ, തേൻ ഗ്രാഹി ആയതുകൊണ്ട് ആ ഒരു കണ്ടീഷനിൽ അങ്ങനെ കൊടുക്കാം. ഇനിയിപ്പോൾ ലൂസ് മോഷനാണ് എങ്കിൽ, ഇനിയിപ്പം കോൺസ്റ്റിപ്പേഷനാണ് കുഞ്ഞിന് ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ നമുക്ക് നെയ്യിൽ ചാലിച്ച് കൊടുക്കാം. അപ്പം വയറ്റിൽ നന്നായിട്ട് പോകാനും നല്ലതാണ്. അതുപോലെ വിശപ്പില്ലായ്മ, ഇമ്മ്യൂണിറ്റി, കുഞ്ഞുങ്ങൾ കാണുന്ന കൃമിക്കും ഒക്കെ നല്ലതാണ് ഈ രജന്യാതി ചൂർണം എന്ന് പറയുന്നത്. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് രജനി, മഞ്ഞൾ, കുർക്കുമ, ലോങ്ങ. ദാരു എന്ന് പറയുന്നത് ദാരു ഹരിദ്രയല്ല, ദേവദാരമാണ്, സിട്രസ് ഡിയോഡറ. ചരളം, പൈനസ് റോക്സ്ബർഗി. ശ്രേയസി, അത്തിത്തിപ്പലി, സിൻഡോപ്പസ് ഒഫിഷിനാലിസ്. ബൃഹതീദ്വയം, ബൃഹതി നിദിഗ്ധിക, ചെറുവഴുതന വെൺവഴുതനയാണ്. ബൃഹതി എന്ന് പറഞ്ഞാൽ വെൺവഴുതന, സൊളാനം ആൻഗ്വി. നിദിഗ്ധിക എന്ന് പറഞ്ഞാൽ ചെറുവഴുതന, സൊളാനം സറാറ്റൻസ്. വൃഷ്ണിപർണി, ഓരില, ഡെസ്മോഡിയം ഗ്യാഞ്ചൻഡിക്കം, ശതാഹ്വ ശതകുപ്പ, അനീത്തം ഗ്രാവിയോളൻസ്. പിന്നെ അനുപാനം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹണിയും ഗീയുമാണ് യോഗത്തിൽ പറയുന്നത്. ഇത്രയാണ് യോഗം.